ആണ്. സോ ഓണം എക്സാം അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. നമ്മുടെ ബേസിക് സയൻസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഞാൻ നോക്കാം. നമുക്ക് രണ്ട് പിക്ചേഴ്സ് ഉണ്ട് അല്ലെ, രണ്ട് ഫിഗർ ഇവിടെ തന്നിട്ടുണ്ട്. നൺ ഓഫ് ദ ബൾബ്സ് ഇൻ ദീസ് സർക്യൂട്ട്സ് ആർ ഗ്ലോയിങ്, എക്സ്പ്ലെയിൻ ദ റീസൺ എന്നാണ്. ഈ തന്നിരിക്കുന്ന സർക്യൂട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, രണ്ട് സർക്യൂട്ടിലും ബൾബ് എന്ത് ചെയ്യുന്നില്ല, കത്തുന്നില്ല അല്ലെ. എന്താണ് അതിന്റെ റീസൺ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ഒരു സർക്യൂട്ട് തന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സംഭവം ഉണ്ട്. ഇതാ നോക്കിയേ, ഈ രണ്ട് സർക്യൂട്ടും എന്തല്ല, കംപ്ലീറ്റ് അല്ലാതെ ഇതാ ഇവിടെ ആണെങ്കിൽ ഒരു ഓപ്പണിംഗ് നമ്മൾ കാണുന്നുണ്ട്. ഇതാ രണ്ടാമത്തെ സർക്യൂട്ടിൽ ഇതാ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഓപ്പണിംഗ് കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്, സർക്യൂട്ടുകൾ രണ്ട് ടൈപ്പ് ഉണ്ട്. ഓപ്പൺ സർക്യൂട്ടും ഉണ്ട്, നമുക്ക് ക്ലോസ്ഡ് സർക്യൂട്ടും ഉണ്ട്. എപ്പോഴും ഒരു ഇൻസ്ട്രുമെന്റ് അല്ലെ, ഒരു ബൾബ് കത്തുന്നത് അല്ലെങ്കിൽ ഏത് ഉപകരണം ആയിക്കോട്ടെ അത് വർക്ക് ചെയ്യുന്നത് ഏത് സർക്യൂട്ടിലാകുമ്പോൾ മാത്രമാണ് അതൊരു ക്ലോസ്ഡ് സർക്യൂട്ട് അല്ലെങ്കിൽ അടഞ്ഞ സർക്യൂട്ട് ആകുമ്പോഴാണ് അല്ലെ. അതായത് നമ്മുടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആണെങ്കിൽ, നമ്മുടെ വൈദ്യുത സർക്യൂട്ട് പൂർണ്ണമാണെങ്കിലാണ് ഉപകരണം എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. അങ്ങനെ പൂർണ്ണമാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അതൊരു ക്ലോസ്ഡ് സർക്യൂട്ട്, അതൊരു അടഞ്ഞ സർക്യൂട്ട് ആയിരിക്കണം. അപ്പൊ അടഞ്ഞ സർക്യൂട്ട് ആണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, ഒരു സർക്യൂട്ട് അടഞ്ഞതാണോ തുറന്നതാണോ എന്ന് മനസ്സിലാക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇതാ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ആ സർക്യൂട്ടിൽ സ്വിച്ച് ഉണ്ടെങ്കിൽ സ്വിച്ച് എന്തായിരിക്കണം, ഓൺ ആയിരിക്കണം അല്ലെ. സ്വിച്ച് ഓൺ ആയിരിക്കണം. അതുപോലെ അതിനകത്ത് എവിടെയും നമുക്കൊരു ഗ്യാപ്പ് കാണാൻ പാടില്ല. കാരണം ഗ്യാപ്പ് വന്നാൽ അതിന്റെ അർത്ഥം അത് എന്തായി, അത് കംപ്ലീറ്റ് ആണോ, അല്ല അതിനിടയിൽ ഗ്യാപ്പ് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്ലോസ്ഡ് ആണോ, അല്ല അത് ഓപ്പൺ ആയിട്ട് മാറും അല്ലെ. ഇനി മൂന്നാമത്തെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഉപകരണമാണ്. ഉപകരണം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്താണ്, ക്ലോസ്ഡ് സർക്യൂട്ട് ആയിരിക്കും അല്ലെ. അതുകൊണ്ട് മാത്രമായിരിക്കും അത് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഓപ്പൺ സർക്യൂട്ട് ആണ്. തുറന്ന സർക്യൂട്ട് ആവുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും, സ്വിച്ച് എന്ന് പറയുന്നത് എന്താണ്, ഓഫ് പൊസിഷനിലായിരിക്കും. അതുപോലെ സർക്യൂട്ട് നോക്കുന്ന സമയത്ത് ചിലപ്പം എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് ഓപ്പൺ സർക്യൂട്ട്, അതൊരു തുറന്ന സർക്യൂട്ട് ആണ്. ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബൾബ് ആയിക്കോട്ടെ ഏത് ഉപകരണം ആയിക്കോട്ടെ അത് എന്ത് ചെയ്യുന്നില്ല, വർക്ക് ചെയ്യുന്നില്ല അല്ലെ. ഈ മൂന്ന് കാര്യങ്ങൾ നോക്കിയാൽ തന്നെ നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത്, ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഈ രണ്ട് സർക്യൂട്ടിലും നോക്കിയേ, നിങ്ങൾ സ്വിച്ച് ഇവിടെ നൽകിയിട്ടില്ല, പക്ഷെ ഇൻസ്ട്രുമെന്റ് വർക്ക്, നമ്മുടെ ബൾബ് കത്തുന്നില്ല അല്ലെ, ഉപകരണം വർക്ക് ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ സൂക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ അവിടെ ഒരു ഗ്യാപ്പ് കാണുകയും ചെയ്തു. സോ നമുക്ക് പറയാം ഇത് രണ്ടും എന്ത് ടൈപ്പ് ആണെടാ, ഇത് രണ്ടും എന്ത് ടൈപ്പ് ആണ്, ഇത് രണ്ടും നമ്മളുടെ ഓപ്പൺ സർക്യൂട്ട്സ് ആണ് അല്ലെ. ഇത് രണ്ടും എന്താണ്, ഓപ്പൺ സർക്യൂട്ട് ആണ്. ഇതും ഓപ്പൺ സർക്യൂട്ട് അല്ലെ, ഇതും ഓപ്പൺ സർക്യൂട്ട് ആണ്. രണ്ടും എന്താണ്, ഓപ്പൺ സർക്യൂട്ട് ആണ്. അപ്പൊ ഓപ്പൺ സർക്യൂട്ട് ആണെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ എന്തുണ്ടാവുന്നില്ല, അവിടെ നമ്മളുടെ ബൾബ് കത്താൻ പോകുന്നില്ല അല്ലെ. അപ്പൊ അതിന്റെ റീസൺ എന്ന് പറയുന്നത് അതൊരു ഓപ്പൺ സർക്യൂട്ട് ആയതുകൊണ്ടാണ്. സോ ഓപ്പൺ സർക്യൂട്ടിൽ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, തുറന്ന സർക്യൂട്ടിൽ ഒരിക്കലും ഉപകരണങ്ങൾ പ്രവർത്തിക്കില്ല. ക്ലോസ്ഡ് സർക്യൂട്ട്, അടഞ്ഞ സർക്യൂട്ടിൽ മാത്രമേ നമ്മുടെ ഉപകരണങ്ങൾ പ്രവർത്തിക്കുള്ളൂ. അപ്പൊ അത് കൃത്യമായിട്ട് മക്കള് ഓർമ്മയിൽ വെച്ചേക്കുക. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് യെസ് ഡ്രോ ദ ഇലക്ട്രിക് സർക്യൂട്ട് ഗിവൺ ബിലോ യൂസിങ് സിംബൽസ് അല്ലെ, ചിഹ്നങ്ങൾ ഉപയോഗിച്ച് മാറ്റി വരയ്ക്കാനാണ്. ഇത് ഇങ്ങനെയും ചോദിക്കാം, ചിലപ്പോൾ നേരെ മറിച്ച് നിങ്ങൾക്കൊരു സർക്യൂട്ട് ചിഹ്നങ്ങൾ ഉപയോഗിച്ച് തന്നുകൊണ്ട് നിങ്ങളോട് ഓരോ ചിഹ്നവും എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ഡയറക്റ്റ് ആയിട്ടും ചോദിച്ചേക്കാം. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കി എന്തൊക്കെ ആളുകളെ വരയ്ക്കാനുണ്ട്. നമുക്ക് കണ്ടക്റ്റും വയർ വരയ്ക്കാൻ നമുക്ക് എളുപ്പമാണ്, അത് നമുക്ക് അറിയാം അല്ലെ. നോക്കിയാൽ ഇവിടെ ഒരു സെല്ലുണ്ട്. അപ്പൊ സെല്ലിനെ നമ്മൾ എങ്ങനെ വരയ്ക്കും, ആ ഒരു വലിയ വരയും ഒരു ചെറിയ വരയും വരച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെല്ലായി അല്ലെ. ആ സെല്ലിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, യെസ് ഒരു കണ്ടക്റ്റിംഗ് വയർ നമുക്ക് കൊടുക്കാം. സ്വിച്ച് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, സ്വിച്ച് എന്തായിരിക്കണം, ഇതൊരു ക്ലോസ്ഡ് സർക്യൂട്ട് ആണ് അല്ലെ. തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചു സ്വിച്ച് എന്തായിരിക്കണം, ഓൺ ആയിരിക്കണം. അപ്പൊ സ്വിച്ച് ഓൺ പൊസിഷനിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ വരച്ച് ചേർക്കേണ്ടത് അല്ലെ. സ്വിച്ച് ഓൺ പൊസിഷനിലാണ് വരയ്ക്കേണ്ടത്. അത് കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് അവിടെ ആരെ കാണുന്നുണ്ട്, അവിടെ നമുക്കൊരു ബൾബ് നമ്മൾ കാണുന്നുണ്ട്. ബൾബ് എന്ത് ചെയ്യുന്നുണ്ട്, ബൾബ് കത്തുന്നുണ്ട് അല്ലെ. സോ നമ്മൾ സൂര്യനെയൊക്കെ വരയ്ക്കുന്ന പോലെ ബൾബിനെ നമുക്ക് എന്ത് ചെയ്യാം, കത്തിക്കാം. എന്നിട്ട് നമുക്ക് ആ സർക്യൂട്ട് എന്ത് ചെയ്യണം, സർക്യൂട്ട് നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ സ്കെയിലൊക്കെ യൂസ് ചെയ്തിട്ട് നല്ല കൃത്യമായിട്ട് എന്ത് ചെയ്താൽ മതി, വരച്ച് ചേർത്താൽ മതി. അപ്പൊ ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാവില്ലേ എന്തൊക്കെ ആളുകളെ നമുക്ക് ഇവിടെ വരച്ച് ചേർക്കാനുണ്ട്. നോക്കിയാൽ നിങ്ങൾ ഇവിടെ ഒരു സെല്ലുണ്ട് അല്ലെ. അപ്പൊ സെല്ലിന്റെ സിമ്പൽ നമുക്ക് ആവശ്യമുണ്ട്. ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, സ്വിച്ചിന്റെ സിമ്പൽ നമുക്ക് ആവശ്യമുണ്ട്. ഇവിടെ ഒരു ബൾബ് ഉണ്ട്, ബൾബിന്റെ സിമ്പൽ നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ കണ്ടക്ടിങ് വയർ ആണ്, അത് ഈസി ആണ് അല്ലെ. അപ്പൊ സ്വിച്ച് ആണെങ്കിൽ തന്നെ സ്വിച്ച് ഓൺ പൊസിഷൻ ആണ്, കാരണം ബൾബ് കത്തുന്നുണ്ട്, ക്ലോസ് സർക്യൂട്ട് ആണ് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ നമുക്കൊന്ന് വരച്ച് നോക്കാം. അപ്പൊ സെൽ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സെല്ല് വരയ്ക്കാൻ എളുപ്പമാണ്.
ആണ് അല്ലെ. ഒരു വലിയ വരയും ഒരു ചെറിയ വരയും നമ്മൾ എന്ത് ചെയ്ത് കൊടുത്താൽ മതി, വരച്ചു കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു, പയ്യെ നമുക്ക് നമ്മുടെ കണ്ടക്ടിങ് വയർ അല്ലെ, കണ്ടക്ടിങ് വയർ നമുക്ക് എന്ത് ചെയ്യണം, വരച്ച് ചേർക്കണം. ഓക്കെ, കണ്ടക്ടിങ് വയർ ഞാൻ എന്ത് ചെയ്യാണ്, ഇങ്ങനെ വരച്ചു ചേർക്കുവാണ്. അങ്ങനെ വരച്ചു ചേർക്കുന്ന സമയത്താണ് അവിടെ എനിക്ക് ആരെ ആഡ് ചെയ്യാനുള്ളത്, നമ്മുടെ സ്വിച്ചിനെ വരയ്ക്കാനുള്ളത് അല്ലെ. അപ്പൊ സ്വിച്ച് എന്താണ്, ഓൺ പൊസിഷനിലാണെന്ന് ഓർക്കുക. സോ സ്വിച്ച് ഓൺ പൊസിഷനിൽ തന്നെ നമ്മൾ വരച്ച് ചേർക്കുക. സ്വിച്ച് ഓഫ് ആയി പോവരുതേ, സ്വിച്ച് ഓൺ പൊസിഷൻ ആണ് അല്ലെ, സ്വിച്ച് ഓൺ പൊസിഷൻ ആണ്. എഗെയിൻ നമുക്ക് എന്താണ് ഇനി വരയ്ക്കാനുള്ളത്, എന്താണ്, യെസ്, കണ്ടക്ടിങ് വയർ നീട്ടി ഞാൻ വരച്ചിട്ട് അവിടെ എനിക്കൊരു ബൾബിനെ ആഡ് ചെയ്യാനുണ്ട് അല്ലെ. അപ്പൊ ബൾബിനെ വരയ്ക്കാൻ ഞാൻ ഇതാ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്താൽ മതി, അതിങ്ങനെ ക്രോസ് ആക്കി ദെൻ നമുക്ക് ബൾബ് കത്തണം അല്ലെ. സോ പയ്യെ 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 യെസ്, നമ്മുടെ സൂര്യനൊക്കെ വരയ്ക്കണ പോലെ നമുക്ക് എന്ത് ചെയ്യാം, ഗ്ലോയിങ് ബൾബ് നമുക്ക് വരച്ച് ചേർക്കാം. എഗെയിൻ ഞാൻ കണ്ടക്ടിങ് വയർ ഇതുമായിട്ട് എന്ത് ചെയ്ത് കൊടുത്താൽ മതി, ഞാനൊന്ന് യെസ് നീട്ടി വരച്ചു കൊടുത്താൽ മതി അല്ലെ, നീട്ടി വരച്ച് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ നമ്മുടെ സർക്യൂട്ട് റെഡി ആയിട്ടുണ്ട്. സോ സെല്ലായി, സ്വിച്ച് എന്താണ്, സ്വിച്ച് ഓൺ ആയി, ബൾബ് എന്തായി, ഗ്ലോയിങ് ബൾബായി അല്ലെ. സ്വിച്ച് ഓൺ, ഒന്ന് നമുക്ക് കട്ടി കൂട്ടാം. ഓക്കെ, സ്വിച്ച് ഓൺ ആയിട്ടുള്ള ആളെ നമുക്ക് വരച്ചു ചേർക്കാം. റെഡി? അപ്പൊ ഇങ്ങനെ വരയ്ക്കാൻ മാത്രമല്ല, ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ടും ഈ സിമ്പിൾസിന്റെ കാര്യത്തിൽ, സിമ്പിൾസിന്റെ ഭാഗത്ത് നിന്ന് ചോദിക്കാറുണ്ട്. സോ ഇത് ഇമ്പോർട്ടന്റ് എന്ന് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഈ സിമ്പിൾസ് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം, വരയ്ക്കാനും പഠിക്കണം. സിമ്പിൾസ് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഐഡന്റിഫൈ ചെയ്യാനും പഠിക്കണം. അതുപോലെയുള്ള ഒരു ക്വസ്റ്റ്യൻ എന്താ ഞാനിവിടെ വെച്ചിട്ടുണ്ട്, 3 ആളുകളെ കാണുന്നുണ്ട് അല്ലെ. ഈ 3 പേരും ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്ത ഒരു ക്വസ്റ്റ്യന്റെ അകത്തുള്ള ആളായിരുന്നു ഇത് അല്ലെ. ഇതാരാന്ന് നമുക്കറിയാം. ഇതാരാണ്, ഇത് സ്വിച്ച് ആണ്. സ്വിച്ച് തന്നെ എന്താണ്, സ്വിച്ച് ഓൺ ആണ് അല്ലെ, സ്വിച്ച് ഓൺ പൊസിഷനിലാണ് ഉള്ളത്. സോ സ്വിച്ച് ഓൺ നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. ഈ നടുവിലുള്ള ആളെന്ന് പറയുന്നത് ആരാണ്, ഒരു ബസ്സർ ആണ് അല്ലെ, ഒരു ബസ്സർ ആണ്. അതും നമുക്ക് മാർക്ക് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ ഫസ്റ്റ് വൺ മാത്രം ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഞാൻ ഇവിടെ കൊടുത്തിട്ടില്ല. പകരം നിങ്ങളെടുത്ത് ഞാൻ ചോദിക്കുകയാണ്. കാരണം ഇയാളുടെ ഒരു ഫ്രണ്ടിനെ ഇന്നത്തെ ഒരു ഫിഗറിൽ നമ്മൾ വരച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതാരാണ്, ഈ സിമ്പിളിലുള്ള ആള് ആരാണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. സോ മറക്കരുത്, സിമ്പിൾസ് ഇമ്പോർട്ടന്റ് ആണ്. എന്തായാലും എക്സാമിന് സിമ്പിൾസ് ചോദിക്കാതിരിക്കില്ല. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ ഇതിന്റെ ആൻസർ ഒന്ന് കമന്റ് ചെയ്യുക. ഇതാരാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇദ്ദേഹത്തിന്റെ പേര്, ഈ സിമ്പിൾ, ഈ ചിഹ്നം ആരുടേതാണെന്നുള്ളതൊന്ന് കമന്റ് ചെയ്ത് തന്നാൽ മതി. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, നാളെ എക്സാം എഴുതാൻ പോകുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക. രാത്രി നമ്മുടെ മെഗാ മാരത്തോൺ ഉണ്ട്. മെഗാ മാരത്തോൺ കൃത്യം 7 മണിക്കാണ് അല്ലെ. എല്ലാവരും ജോയിൻ ചെയ്യുക. മോർണിംഗ് ബൂസ്റ്റും കഴിഞ്ഞ് അടിപൊളിയായിട്ട് ഉഷാറായിട്ട് എക്സാമിന് നമ്മൾ പോകുന്നുള്ളൂ. എക്സാം നമുക്ക് എന്ത് ചെയ്യണം, പൊളിച്ചെടുക്കണം. സോ മക്കൾക്ക് എല്ലാവർക്കും മിസ്സിന്റെ ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് ബൈ.